കേരളത്തിലെ മീഡിയയിലും പ്രത്യേകിച്ച് നാഷണൽ മീഡിയയിൽ പോലും ഗോകുലൻ ഗോപാലന്റെ ഓഫീസുമായിട്ട് നടന്ന റെയ്ഡിനെ പറ്റി പല വാർത്തകളാണ് വരുന്നത്. അദ്ദേഹം അവസാനം അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു, ED വന്ന് ഒന്നും കണ്ടെടുത്തില്ല, ആശംസിച്ച് ബ്ലസ് ചെയ്തു പോയി. കേരളത്തിലെ പല യൂട്യൂബേഴ്സും ഇയാളെ ചായ ഒടിക്കാനും പെയിന്റ് അടിക്കാനും വേണ്ടി ശ്രമം നടക്കുന്നുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, ബട്ട് മേക്ക് ഇറ്റ് റിയാലിറ്റി. ഈ പറയുന്ന ഗോകുലം ഗോപാലിനെ പറ്റി ഞാൻ ED ഉദ്യോഗസ്ഥരുടെ സീനിയർ പ്രൊഫഷണൽസുമായിട്ട് ഡൽഹിയിലും ചെന്നൈയിലും മറ്റുള്ള ആൾക്കാരോടും സംസാരിച്ചപ്പോഴും ഇതിനെ ക്ലിയർ ആയിട്ട് മോണിറ്റർ ചെയ്യുന്നവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴും ഈ ഗോകുലം ഗോപാലിനെ പറ്റിയുള്ള വിവരങ്ങൾ സാധാരണപ്പെട്ട മലയാളികൾക്കൊന്നും ദഹിക്കുന്നതല്ല. അതായത് ഒന്നാമത്തെ കാര്യം പറയാം, ഹീസ് എ ഫിനാൻഷ്യൽ ഫ്രോഡ്. രണ്ടാമത്തെ കാര്യം പറയാം, അയാൾ പ്രവർത്തിച്ചിരിക്കുന്നത് ഇന്ത്യക്കെതിരെയാണ്. ഞാൻ ഈ പറയുന്ന പഴയ ഇസ്ലാമിക ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളുടെ ബിസിനസ്സും പരിപാടികളും ഒക്കെ അത് ഓരോന്നായിട്ട് പുറത്തു വന്നു. ഇപ്പൊ ചില ആൾക്കാർ പറയുന്നു ഇത് ഈ പറയുന്ന എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയായിട്ട് ബന്ധമില്ല, പൃഥ്വിരാജുമായിട്ട് ബന്ധമില്ല, മോഹൻലാലുമായിട്ട് ബന്ധമില്ല, ഇറ്റ് ഈസ് എ ബേസ്ലെസ്. ഒരു കാര്യം പറയാം, ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇയാൾക്കെതിരെ പഴയ പരാതികളുണ്ട്. അതെല്ലാം പല സ്വാധീനം ഉപയോഗിച്ച് ഇയാളിങ്ങനെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പക്ഷെ എമ്പുരാൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ ഇമേജ് താറടിക്കാൻ വേണ്ടി ആ സിനിമയിൽ കൂടെ നടത്തിയ ശ്രമങ്ങളും പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ, ഞാൻ നേരത്തെ രണ്ടോളം വീഡിയോയിൽ പറഞ്ഞിരുന്നു, മോഹൻലാൽ വിളിച്ച് ക്ഷമ ചോദിച്ചു. മറ്റുള്ള ആൾക്കാരെ പ്രധാനമന്ത്രിയോടും BJPയോടും RSSനോടും BHPയോടും ക്ഷമ ചോദിച്ചു. ഇതെല്ലാം ഒരേ ലൈനിൽ തന്നെ നമുക്ക് ചിന്തിക്കാം. ഇപ്പം ലേറ്റസ്റ്റ് ഇതിന്റെ കണക്കുകൾ വരുന്നേ ഏകദേശം 550-600 കോടിയോളം രൂപ, അതായത് ഇസ്ലാമിക ഹവാല ഫണ്ടിങ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓരോന്നും പുറത്തു വരുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാത്തത്? കറക്റ്റ് ചോദ്യം. അറസ്റ്റ് ചെയ്യാത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ പോളിസിയാണ് EDയുമായി ബന്ധപ്പെട്ട്. ഇപ്പം എന്താണ് ആ കണക്ഷൻ എന്ന് പറഞ്ഞുതരാം. ഇപ്പം ഈ ഗോപാലൻ എന്ന് പറയുന്നയാള് ഒരു ചിറ്റ് ഫണ്ടും സ്ഥാപനങ്ങളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരാളാണ്. അയാളുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ക്ലയൻസ് ഉണ്ട്. പിന്നെ 100 കണക്കിന് പേര് ഈ ഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗോപാലിനെ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് അയാളുടെ അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം ജോലി പോകും. ഈ പറയുന്ന ക്ലയൻസിന്റെ എല്ലാം പിന്നെ റെസ്പോൺസിബിലിറ്റി കേന്ദ്ര ഗവൺമെന്റിന്റെയാണ്. അതുകൊണ്ടാണ് കേന്ദ്ര നയത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 10 വർഷത്തോളം ED കേസുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഓർഗനൈസേഷനെ അതിന്റെ ആൾക്കാരെ റെയ്ഡ് ചെയ്യുമ്പോഴോ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോഴോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസും രജിസ്ട്രേഷനും സിവിൽ കോർട്ടും ട്രയൽസും ഒക്കെ പോകും. പക്ഷേ ആ സ്ഥാപനം അടച്ചുപൂട്ടാൻ ഗവൺമെന്റ് തയ്യാറല്ല. ഇതൊരു അമേരിക്കയിൽ ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ പോയി റെയ്ഡ് നടത്തി IRS ടാക്സുമായി വെട്ടിച്ച് ഒരു കാരണവശാൽ ആ സ്ഥാപനം അടയ്ക്കത്തില്ല. കാരണം ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. പിന്നെ അവർക്കാര് ജോലി കൊടുക്കും, അവർക്കാര് ശമ്പളം കൊടുക്കും. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇസ്ലാമിക ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്, ഈ ഗോകുലൻ ഗോപാലൻ എന്ന് പറയുന്ന ആള് ഇന്ത്യക്കെതിരെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്, സിനിമ മാത്രമൊന്നുമല്ല. അതിൻ്റെ ചില തെളിവുകൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എപ്പോഴാണ് ഇത് കോടതിയിൽ ഒരു ചാർജ് ഷീറ്റൊക്കെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ കാര്യങ്ങൾ ഓരോന്നും പുറത്തു വരുന്നത്. ഈ ഇസ്ലാമിക നിങ്ങൾക്കറിയാം SDPI PFI ഇവർക്കൊക്കെ പുറത്തിറങ്ങാൻ വേണ്ടി പല പണം വേണം. അതേപോലെ ഇസ്ലാമിക ഹവാല ഫണ്ടിങ്ങിന്റെ പാർട്ടുകളുണ്ട്. ഇവരെന്താണ് ഈ ചെയ്യുന്നത്? മിഡിൽ ഈസ്റ്റിൽ നിന്ന് പല ആൾക്കാർ ചിറ്റ് ഫണ്ടിങ്ങിന്റെ സംഭവത്തിലായിട്ട് ഈ കള്ളപ്പണം ഇസ്ലാമിക ഫണ്ട് പല ആൾക്കാരും ജോയിൻ ചെയ്യുന്നു. ആ പണം അവിടെ ഉപയോഗിക്കുന്നു. അത് കേരളത്തിലോട്ടും ഇന്ത്യയിലോട്ടും വന്നിട്ട് അത് വൈറ്റ് ആക്കിയിട്ട് ഗോപാലൻ മാറ്റിയിട്ട് അവർക്ക് കൊടുക്കുന്നു. ഇത്ര ശതമാനം അയാൾ എടുക്കുന്നു. അതായത് നമ്മൾ മനസ്സിലാക്കുക, ഈ പറയുന്ന ഗോകുലം ഗോപാലിനെ പറ്റി ചായ മുടിച്ച് വലിയ ചിറ്റ് ഫണ്ട് മണ്ടാങ്കെട്ട കോട എന്നൊക്കെ പറയുന്ന പക്ക ബേസ്ലെസ് ആണ്. ഇയാള് ഇന്ത്യക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ജയിലിനകത്ത് കിടക്കുന്ന തീവ്രവാദികളെ പുറത്തുവിടാൻ അയാൾ അതിന്റെ ഫണ്ടിന്റെ ചാനൽ ചെയ്യുകയാണ്.
നിങ്ങളപ്പോൾ ആ സീരിയസ്നെസ് ആലോചിച്ചോണം, എത്രമാത്രം സീരിയസ് ആണ് ഈ സംഭവം. അയാളാണ് ഒരു ചാനൽ നടത്തുന്നത്, അതായത് ഒരു ന്യൂസ് ചാനലാണ്. നിങ്ങൾക്കറിയാം 24/7 എന്ന് പറഞ്ഞത്, കാരണം 24 ചാനൽ നടത്തുന്നത്. അപ്പം ആ നെറ്റ്വർക്ക് എത്രമാത്രം ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഈ പറയുന്ന ഗോപാലിനെ പറ്റി, അയാളുടെ ചിറ്റ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫ്യൂച്ചർ ഗോപാലിൻ്റെ വളരെ ടർമോയിൽ മാത്രമല്ല പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതായിരിക്കും. കാരണം ഇന്ത്യക്കെതിരെയാണ്, അത് ടെറർ ഫണ്ടിങ്ങിൻ്റെ പാർട്ടായിട്ടാണ് അയാൾ പ്രവർത്തിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാകും. ഇയാളുടെ ചിറ്റ് ഫണ്ടും മറ്റു സംഭവങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതിന് വളരെ സൂക്ഷിച്ചിരിക്കുക. എത്രയും വേഗം ഇയാളിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. പിന്നെ അടുത്ത് നമുക്ക് പൃഥ്വിരാജിൻ്റെ കാര്യം പറയാം. ഇപ്പം പല പത്രങ്ങളിലൊക്കെ വന്ന് പൃഥ്വിരാജിനെതിരെ ഇൻവെസ്റ്റിഗേഷനും പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ഇൻകം ടാക്സ് ഒഫീഷ്യൽ. ഇത് നേരത്തെ ഉണ്ടായതല്ല, ഈ എമ്പുരാനുമായ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അത് ഉണ്ടായേക്കുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, ഏകദേശം 30 കോടി രൂപ വിലയുള്ള ഒരു വീട് പൃഥ്വിരാജ് ബോംബെയിൽ വാങ്ങുന്ന ഈ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഈ പണം എവിടുന്ന് വന്നു? കാരണം പൃഥ്വിരാജ് പറയുന്നതൊക്കെ പല സിനിമകളിലും അയാൾക്ക് അഭിനയിക്കാനുള്ള പണമൊന്നും അയാൾ വാങ്ങിയിട്ടില്ല. പിന്നെ എവിടുന്നാണ് ഇത്രയും പണം കയറി വന്നത്? ഇതിനൊന്നും ഉത്തരം കൊടുക്കാൻ പൃഥ്വിരാജിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. മോഹൻലാലിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഇഷ്യൂ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഇവരെ ചായം പിടിക്കാൻ വേണ്ടി മറ്റു പലരും എൻ്റെ ഈ കമന്റ് ബോക്സിനെ തെറിയൊക്കെ വിളിക്കുന്നത് അത് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷന്റെ ഭാഗമായിട്ടാണ്. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ, അതായത് പൃഥ്വിരാജിനെതിരെ ആക്ഷൻ എടുക്കാൻ പോകുന്നു, അയാൾക്കെതിരെ ശക്തമായ ആക്ഷൻ എടുക്കും പൃഥ്വിരാജിനെതിരെ. കാരണം കള്ളപ്പണത്തിന്റെ ഉസ്താദാണ് പൃഥ്വിരാജ് എന്നാണ് ഒരു സീനിയർ ED ഓഫീഷ്യൽ പറഞ്ഞു. കാരണം പല ഏജൻസികളാണ് ഇപ്പം അന്വേഷിക്കുന്നത്. ഒരു ഭാഗത്ത് ഇൻകം ടാക്സ്, ഒരു ഭാഗത്ത് ED, മറ്റു പല എക്സ്റ്റേണൽ ഏജൻസികൾ, IB ആക്റ്റീവായിട്ട് മുമ്പിലുണ്ട്. ആരൊക്കെയാണ് ഇവരുമായിട്ട് ബന്ധമുള്ളത് കേരളത്തിൽ? എങ്ങനെയാണ് ഇവർ ഫണ്ട് സൈഫൺ ചെയ്യുന്നത്? ഈ കള്ളപ്പണം എത്രയാണ് വെളുപ്പിക്കുന്നത്? നിങ്ങൾക്കറിയാം, ഈ നോട്ട് ബന്ദി, അതായത് നോട്ട് മരവിപ്പിക്കലിന് ശേഷം ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നത് കേരളത്തിലുള്ള ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ്. അപ്പൊ അതിനൊരു പല ചാനലൈസ് ചെയ്തേക്കുന്ന സംഭവമാണ് ഗോപാലൻ. ഇതേപോലെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സിനിമ, ഇതൊക്കെ എൻറൂട്ട് ചെയ്ത് ബ്ലാക്ക് മണി, അതായത് വിദേശ ഇസ്ലാമിക് ഹവാല ഫണ്ടിങ് വെളുപ്പീരാണ് ഈ സംഭവം. എന്നിട്ട് ഇവരുണ്ടാക്കുന്ന ഓരോ കണക്കുകളാണ് നമുക്ക് വിശ്വസിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ് ഓരോ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം ഇതിൻ്റെ അത് കൺക്ലൂഡ് ചെയ്യുന്ന പാർട്ട്, നിങ്ങൾ ഒരു കാരണവശാലും ഇവരെ അതായത് വെളുപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളും അതിൻ്റെ അനാലിസിസും ഒക്കെ വരുന്നത് പൂർണ്ണമായിട്ടും തെറ്റാണ്. ഇതിന് 1% പോലും ഇവർ ഈ പറയുന്നതിൻ്റെ അകത്ത് സത്യമില്ല. ഇവർക്കെതിരെ കർശന നടപടിയുമായിട്ടാണ് കേന്ദ്ര സർക്കാർ പോകുന്നത്. കാരണം ഇവരുടെ എല്ലാ ഇടപാടുകളെ പറ്റി ശരിക്കും ഓരോ അന്വേഷണം ശക്തമായ രീതിയിലാണ് പോകുന്നത്. അല്ലാതെ ഇയാളെ അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല. ഇയാളെ ശരിക്കും വേണ്ട രീതിയിൽ ചോദ്യം ചെയ്ത് അയാളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്ര ദിവസത്തേക്ക് ഇന്ത്യ വിട്ടു പോകരുത്, എപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാലും വരണം. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട് ഗോപാലിനെയും പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവിനെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലും ഉണ്ട്. കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ അകത്തുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇയാൾ മറ്റു പലയിടത്തും ഫണ്ട് ചെയ്യുന്നുണ്ട് ഗോപാലൻ. ഇതെല്ലാം പറയുന്ന ഇസ്ലാമിക് ഹവാല ടെറർ ഫണ്ടിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയെടുത്ത സംഭവമാണ്. കാരണം ഒരു മുൻനിരയിൽ ഒരു ഹിന്ദുവിനെ നിർത്തുക, ഗോപാൽ എന്ന് പറയുന്ന ഒരു ചിറ്റ് ഫണ്ടും ഒരു വ്യവസായം നിർത്തുക, ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നടത്തിയെടുക്കുക. പഴയ നോട്ടും നിരോധനം, അപ്പൊ അതിനകത്തുണ്ടായ സംഭവങ്ങൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇസ്ലാമിക ഹവാല ടെറർ ഫണ്ടിങ് ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. അതിലേക്കും അന്വേഷണം പോവുകയാണ്. മനസ്സിലാക്കുക, ബാക്കിയുള്ള ഇയാളെ പെയിന്റ് അടിക്കാൻ നടക്കുന്നതിന് സിനിമാ നടന്മാരെ പെയിന്റ് അടിച്ച് വെള്ളപൂശാൻ പച്ചക്കള്ളമാണ്. ഇവർക്കെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിക്കുന്നത്. ഇനിയും പലയിടത്തും റെയ്ഡുകൾ ഉണ്ടാകും. കാരണം ഈ ഒരു ഇഷ്യൂ കേന്ദ്ര ഗവൺമെന്റ് എമ്പുരാന്റെ ഇഷ്യൂ മാത്രമൊന്നുമല്ല, ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചു. ഇതിനെതിരെ ശക്തമായ നടപടി തന്നെയായിരിക്കും വരാനുള്ള ദിവസം ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ
വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് അത് സംഭവിച്ചത്? മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം, അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.